അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ചോളരാജാവിന്റെ കൊട്ടാരത്തിലെ പ്രശസ്തനായ കവിയായിരുന്നു നീ, അത് ഉറപ്പാ. അതുകൊണ്ടാണല്ലോ ഈ ജന്മത്തിൽ നീ പെറ്റീഷൻ കമ്മിറ്റിയിൽ ഇരുന്ന് പരാതി എഴുതുന്നത്. ലോകത്തെക്കുറിച്ചുള്ള പരാതിയാണോ കവിത? അന്ന് വേൽക്കൊഴിക്കൊട്ടുവൻ കവിത എഴുതി. ഇന്ന് താൻ നാട്ടുകാരെ പരാതി എഴുതി പെറ്റീഷൻ കമ്മിറ്റിയുടെ മുന്നിൽ വെക്കുന്നു. ബോത്ത് ആർ സെയിം. ജന്മം രണ്ടായാലെന്താ, ജോലി ഒന്ന് തന്നെ, എഴുത്ത്. ഹായ്, ഇത് ജോവിറ്റ, മെയ്ഡ് ഇൻ പോർച്ചുഗൽ. ദുബായ് വെച്ച് പരിചയപ്പെട്ടതാണ്. ഇവൾക്ക് ഇവിടെ മുത്തച്ഛനെ കാണണം, വാസ്കോഡി ഗാമ. പുള്ളി മരിച്ചില്ലേ? നാളെ ഇവളെ കൊച്ചിക്ക് കൊണ്ടുപോവുക. ആണോ? മിയോസ് അമിഗോസ്. ചന്ദ്രമോഹൻ ഇളയത്. നമസ്കാരം. സുമേഷ് നായർ. Olá. Olá. Vamos jantar na minha casa hoje à noite. ഓക്കെ, ബൈ ദെൻ. Ok, bye. Bye. Ciao. ആ കുട്ടി ഇപ്പൊ എന്തിനെ കുറിച്ച് പറഞ്ഞ? മനസ്സിലായില്ലേ? നീ ഒരു കോഴിയാന്ന്. അവള് ഓല എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. എന്ത്? നീ വെറും ഊളയാന്നാ പറഞ്ഞ. ഞാൻ കൊള്ളാന്നായിരിക്കും പറഞ്ഞ. എടോ ചന്ദ്ര, ഭാര്യയും കാമുകിയും രണ്ടും രണ്ടാ. പുരുഷൻ ഒരിണയിൽ തൃപ്തനാവില്ല, മനുഷ്യനായാലും മൃഗമായാലും. ദാറ്റ് ഈസ് സയന്റിഫിക്കലി പ്രൂവൺ. ഫോർ എക്സാമ്പിൾ, ഒരാൺമാനിന് എത്ര ഇണ കാണും? ക്യാൻ യു ഗസ്? ഇല്ല. മോർ ദാൻ 100. ആണോ? ചേടാ, ഒരു മാനായാ മതിയായിരുന്നു. ചുമ്മാ കാര്യം പറയുമ്പോഴാ. ഒരു പുരുഷൻ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. തമിഴെത്തിയെങ്കിൽ തമിഴെത്തി, അവള് വരട്ടടോ. സാറേ, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. ഈ കുലോത്തുങ്കൻ പറയണ പോലെ വസന്തമല്ലിക സാറിനെ തേടി വന്ന സാർ എന്തോ ചെയ്യും? രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു പറയടോ. പരസ്ത്രീ ബന്ധം പാവമാണ് ശേഖര. ഓ പിന്നെ, ഒരു മൊറാലിറ്റിക്കാരൻ വന്നിരിക്കുന്നു. എടോ ചന്ദ്ര, ഒരു കാമുകി ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാ. എനിക്ക് ഒരു സമയത്ത് 4 കാമുകിമാര് വരെ ഉണ്ടായിരുന്നു. സോ അവൾ വരും, നമ്മുടെ വസന്തമോൾ. എന്നെ വെറുതെ പിഴപ്പിക്കില്ല ശേഖരേട്ടാ. നീ ഒരെണ്ണം കൂടെ ഒഴിക്കണം. ഈ പുനർജന്മം ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ലട്ടാ. നമ്മുടെ പ്രശസ്തനായ ശാസ്ത്രജ്ഞ ഡോക്ടർ ശ്യാം ശശിയുടെ പുസ്തകത്തിൽ മനഃശാസ്ത്രജ്ഞൻ. ആത്മാവിന് മരണമില്ല ചന്ദ്ര. വരേണ്ടവർ വരും. കാലങ്ങൾ കടന്നവർ വരിക തന്നെ ചെയ്യും. പറഞ്ഞപ്പോ തന്നെ വന്നല്ല നിങ്ങളുടെ കാലൻ. ഒച്ച വെച്ച് ഇടി മേടിച്ചു തരല്ലേ. നീ ഒന്നും ഒഴിക്കടാ. അലമ്പാക്കല്ലേ. ഭയങ്കര പേടിയാ, എന്തിനാന്നറിയില്ല. അടുത്ത ഫ്രണ്ട്സാ ജ്യൂസ് കഴിക്കുന്നു. ഇവൻ വലിയ ആളായല്ലോ. വലിയ പുള്ളിയാ. ചാല മാർക്കറ്റ് കിടന്ന് അടിയുണ്ടാക്കിയിട്ട് കഴിഞ്ഞ ആഴ്ച ജാമ്യത്തിൽ ഇറങ്ങിയുള്ളൂ. അല്ല, ഇവന്റെ വക്കീൽ പഠിത്തമൊക്കെ കഴിഞ്ഞു. എവിടെ? 8 കൊല്ലായി. കണ്ട അവന്റെ മുമ്പിൽ കിടന്ന് അങ്ങേരുടെ ബഹുമാനം കണ്ട അവൻ അങ്ങേരെ അച്ഛനാന്ന് തോന്നും. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മ ബന്ധം മറ്റേ ബന്ധം പറഞ്ഞ് തള്ളിക്കളയും. ഇന്ന് ഇതിന്റെ കുട്ടൻസ് എന്താ നമുക്ക് അറിഞ്ഞേ പറ്റൂ അല്ലേ? നീ ചോദിച്ചോ? പറ, സത്യം പറ. എന്ത്? ഇന്നിത് പറഞ്ഞു നോക്കൂ. നിങ്ങൾ എന്തിനാ അവനിങ്ങനെ പേടിക്കണ? നിങ്ങൾ അവന്റെ അച്ഛനാ, അവൻ നിങ്ങളുടെ അച്ഛനാ? അവൻ എന്റെ അച്ഛനാ. ഇത് നാടി പറഞ്ഞതാ രാമേശ്വരത്ത് വെച്ച്. പൂർവജന്മത്തിൽ നീതിമാനായ രാഷ്ട്രമീമാംസകനായിരുന്നു അദ്ദേഹം. പൊളിറ്റീഷ്യൻ. ഓഹോ, എന്നിട്ട് പറ. ഞാനാണെങ്കിൽ തലതെറിച്ച മോനും. എന്റെ ശല്യം സഹിക്കാതായപ്പോ അദ്ദേഹം കയ്യിലെ വജ്രമോതിരം വിഴുങ്ങി ആ മഹാൻ ആത്മഹത്യ ചെയ്തു. പിന്നീട് കാലചക്രം തിരിഞ്ഞപ്പോ അദ്ദേഹം എന്റെ മകനും ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛനുമായി. നാടി കള്ളം പറയില്ല ചന്ദ്ര. ചെയ്ത പാവങ്ങൾ അനുഭവിച്ചല്ലേ പറ്റൂ. എല്ലാം കർമ്മബന്ധം. നമ്മളായിട്ടൊന്നും മുറിക്കാൻ നോക്കിയാ നടക്കില്ല ശേഖര. സുമേഷേ, എടാ സുമേഷേ. ഉറങ്ങാണെങ്കിൽ ഇവന് വിളി കേട്ടൂടെ? സുമേഷേ, സുമേഷേ. ഇവന് ഇനി നാട് വിട്ടു പോയി കാണോ? സുമേഷേ, ഇരുന്നുറങ്ങ. നിനക്കൊക്കെ ഒന്ന് കിടന്നുറങ്ങിക്കൂടെ? ഷിറ്റ്, അതിന് പോലും മടിയുള്ളൊരുത്തൻ. എന്നാലും ആരായിരിക്കും എന്നെ വിളിച്ചിരിക്കുക? ആരെങ്കിലും ആവട്ടെ, ഞാൻ വിളി കേട്ടില്ല.
ഉം.